കുഞ്ഞിപ്പള്ളിയിൽ ഭിന്നശേഷി കുട്ടികളുടെ ജീവിതമാർഗമായ തട്ടുകടകൾ അടിച്ചു തകർത്ത സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം. സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമത്തിനെതിരെ INTUC രംഗത്തെത്തി. കുഞ്ഞിപ്പള്ളി അണ്ടിക്കമ്പനി റോഡിൽ യാതൊരുവിധ മാർഗതടസ്സവുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന 5 തട്ടുകടകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ പൂർണ്ണമായും തകർത്തത്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ജീവിതമാർഗമായിരുന്ന കടകൾ നശിപ്പിച്ചതിൽ ജനറൽ വർക്കേഴ്സ് ഫുട്പാത്ത് തട്ടുകട തൊഴിലാളി യൂണിയൻ താലൂക്ക് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. എനിക്കൊരു സുഖമില്ലാത്ത മോനും 2 പെൺകുട്ടികളായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ജീവിച്ചോട്ടെ. നമ്മൾ രാത്രി ഉറക്കല്ലൊഴിഞ്ഞിട്ട് ജീവിക്കണമെങ്കിൽ അത്രയും കഷ്ടപ്പാടുകൊണ്ടല്ലേ. ആരും ഇടങ്ങാറാക്കാണ്ട് കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നതിന് ഇടങ്ങാറാക്കാണ്ട് നിൽക്കണം, അത്രേ പറയാനുള്ളൂ. നമ്മൾ ജീവിച്ചോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഒരു 20 വയസ്സുള്ള ഒരു മോനാ, കണ്ണിന് കാഴ്ചയില്ല, ബുദ്ധിയില്ല. എന്റെ മോനെ പഠിച്ച സ്കൂളിൽ പോയിട്ട് ഉണ്ടാക്കുന്നതാ. ഒരു മോള് +1 പഠിക്കുന്നു, പിന്നെ രണ്ടാമത്തെ മോള് പിന്നെ 5ാം ക്ലാസ് പഠിക്കുന്നു. 4 ദിവസമായി ഒരു സ്കൂൾ വരെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നതിന്റെ പേരിൽ എനിക്ക് മക്കള് കരഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഇങ്ങനെ ഓരോന്ന് വരുന്നത് കൊണ്ട് പേടിച്ചിട്ട് ഒരു സ്കൂൾ വരെ പോവാണ്ട് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ഒരു സ്കൂൾ വരെ പോകുന്നില്ല. ഒരു 5 മണിക്ക് വന്നിട്ട് പിന്നെ നല്ല കുടിച്ചിട്ട് വന്നിട്ട് ഒരാളെ പോലെ വന്നിട്ട് വധഭീഷണിയാക്കാം. അപ്പം നല്ലവരായ കുറച്ച് ആളുണ്ടായിട്ട് പോലെ എതിർത്തോണ്ട് നമുക്ക് ആർക്കും അടി കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ വധഭീഷണി പോലെ വന്നിട്ട് പറയുന്നത് നമുക്ക് ഇവിടെ പോലെ ഇടയിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളാണ് കൂടുതലായി ഇവിടെ തട്ടുകടകൾ നടത്തിവരുന്നത്. തട്ടുകട തൊഴിലാളികൾക്ക് തുടർന്ന് കച്ചവടം നടത്തുന്നതായി അധികൃതർ അടിയന്തര സംരക്ഷണം നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. 5 കുടുംബങ്ങൾ, അതിനോട് അനുബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗികളായ കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ 5 തട്ടുകളുണ്ട്. ഇന്നലെ നാഷണൽ ഹൈവേന്റെ ആൾക്കാർ വന്നു, അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ പിന്നോട്ടൊക്കെ കെട്ടുകയും ചെയ്തു. അതിനുശേഷം ഒരു വ്യക്തി തൊട്ടടുത്ത ഒരു തട്ടുകട ഉണ്ട്, അത് പഞ്ചായത്ത് അംഗീകാരം നൽകിയാന്ന് പറഞ്ഞ് ഇതൊക്കെ പൊളിച്ചു മാറ്റണം, ഇവിടെ വെഹിക്കിൾ വന്ന് വാഹനങ്ങൾ വന്ന് ഇറങ്ങുന്നവള് മൂത്രമൊഴിക്കുന്നു, മലിനീകരണമാക്കുന്നു എന്നൊക്കെ ആരോപണം പറഞ്ഞുകൊണ്ട് മദ്യത്തിന്റെ ലഹരിയിലോ അല്ല മറ്റെന്തോ ലഹരിയിലോ എന്നറിയില്ല ഈ തട്ടുകട അടിച്ച് പൊളിച്ച് തകർക്കുകയാണ്. അങ്ങനെ നാട്ടുകാരിൽ ആരോ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേസെടുക്കുന്നതിന് അറിയാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വന്നിട്ട് കുറച്ച് അവരുടെ പാർട്ടിന്റെ ആൾക്കാർ, പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, അത്തരം പാർട്ടിക്കാരൊന്നും ചെയ്യുന്ന പ്രവർത്തനം പാടില്ലാത്തതാണ്. പാർട്ടിന്റെ ആൾക്കാരെയും കൂട്ടി വന്ന് നാളെ ഇത് കത്തിച്ച് ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞു. 2 വനിതകളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഒന്ന് എന്റെ അരിയത്ത് നിൽക്കുന്ന ഇസ്മായിലിക്കാണ്, വികലാംഗനാണ്. അദ്ദേഹം ഇവിടെ മുട്ടായും പൊള്ളമാണ് ഇത് വിറ്റ് കുടുംബം പുലർത്തുന്നത്. ഒന്ന് സിമിത രതീഷ്, അതുപോലെ ദിവ്യൻ. ആ 2 വീട്ടിലുള്ള അംഗവൈകല്യത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് അവർ ഈ തട്ടുകട നടത്താൻ വേണ്ടി ഈ റോഡ് വക്കിലേക്ക് രാത്രിയോളം കാത്തിരുന്നു ഉപജീവന മാർഗം തേടിയിരുന്നു. അവരോട് മാനുഷികമായ ഒരു പരിഗണന പോലും നൽകാതെ അവരെ വ്യക്തിപരമായി ഛേദോപനം ചെയ്യുന്ന രീതിയിൽ അവരെ നിരന്തരമായി ശല്യപ്പെടുത്തുക, പൊളിച്ചു മാറ്റണമെന്ന് പറയുക, പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരിന്നലെ വൈകുന്നേരം പോയിട്ട് 5 ആളും കൂടി ചോമ്പാൽ SIക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ സ്റ്റേഷനിലായിരുന്നു. SIനോട് പറഞ്ഞ കാര്യങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് എല്ലാ രംഗത്തും മോഡിജി തന്നെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും വയ്യോര കച്ചവടക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അവർക്ക് വേണ്ടി ലോണുകൾ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അത്തരം ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഈ വയ്യോര കച്ചവടക്കാർ വയ്യാതാരമാക്കുന്ന രീതിയിലുള്ള സമീപനത്തിന് പിന്മാറണമെന്നാണ് വിനയത്തോട് INTUCക്ക് തട്ടുകട തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് KNA അമീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. അതിനിടെ വടകര നഗരസഭാ അധികൃതർ പാലയാട് കച്ചവടം നടത്തിയിരുന്ന കോട്ടക്കൽ സലീമിന്റെ തട്ടുകടയും നീക്കം ചെയ്തതായി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി.